പള്ളീന്റെ ഉള്ളിലേക്ക് ഷൂ ഇട്ടിട്ട് വന്നതാണ് ഇപ്പം പലർക്കും പ്രശ്നം. പോലീസിനെ ഉപദേശിക്കാൻ നടക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, പോലീസ് അവിടെ ചോറ് പണിക്കാൻ വന്നതെന്നല്ല. പോലീസ് ആ പള്ളിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ആളുകൾ, പള്ളിക്കകത്ത് വെച്ച് അനാവശ്യമായ സംസാരം പോലും പാടില്ല എന്നറിയുന്ന വിശ്വാസികൾ ആ പള്ളീന്റെ ഉള്ളിൽ വെച്ചിട്ട് അടിപിടി കൂടിയിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ പോലീസ് ഷൂട്ടിട്ട് കയറിയത് വലിയ പ്രശ്നമാക്കാനുള്ള കാര്യമൊന്നുമല്ല. പോലീസ് പള്ളിക്കകത്ത് കയറിയതിനെ വിമർശിക്കുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് പ്രശ്നമുണ്ടാക്കിയവരാണ് ഒന്നാം പ്രതികളെന്ന് CPM നേതാക്കൾ തിരിച്ചറിയണം. പോലീസിനെ വിമർശിക്കുന്നതിന് മുമ്പ് അവരെയാണ് നിങ്ങൾ വിമർശിക്കേണ്ടത്. അക്രമം ഉണ്ടായില്ലെങ്കിൽ പോലീസ് കയറേണ്ട സാഹചര്യം പള്ളിയിൽ ഉണ്ടാകുമായിരുന്നോ? ഈ രാഷ്ട്രീയ കച്ചവടം കൊണ്ട് നിങ്ങൾക്ക് ഒരു ലാഭവും ഉണ്ടാകില്ല. എല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിൽ പോലീസ് കയറുമ്പോൾ പാലിക്കേണ്ട ഔചിത്യങ്ങൾ അത് തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതും അത് ഗൗരവപൂർണമായിട്ട് പോലീസ് സമീപിക്കേണ്ടതുമാണ്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഞാൻ ആലോചിക്കുന്നു, പള്ളി എന്ന് പറയുമ്പോൾ മുസ്ലിം പള്ളി ബൈത്തുള്ള ആണ്, അള്ളാഹുവിൻ്റെ ഭവനമാണ്. അവിടെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി തർക്കമുണ്ടാക്കുകയും കയ്യാങ്കളി നടത്തുകയും ചെയ്തവരെക്കാൾ വലിയൊരു അപരാധം ബൂട്ടിട്ട് കയറിയ പോലീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഏതായാലും പോലീസിനെ അവിടേക്ക് ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കിയ നടപടികൾ കൈക്കൊണ്ട ഇത്തരം വിശ്വാസികളാണ് ഈ വിഷയത്തിലൊക്കെ ഒന്നാം പ്രതിസ്ഥാനത്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റാരും വരികയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ CPMകാരൊക്കെ ഇതിനകത്ത്, പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസൊക്കെ ഇതിനകത്ത് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം സമീപ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾക്കൊക്കെ ഒരു എംബരാസ്മെൻറ്റിൻ്റെ സ്വഭാവമുണ്ട്. അദ്ദേഹം ആകെ വിഹ്വലനായിട്ടാണ് പല കാര്യങ്ങളിലും അദ്ദേഹം പ്രതികരിക്കുന്നത്. പള്ളീൻ്റെ ഉള്ളിലേക്ക് ഷൂ ഇട്ടിട്ട് വന്നതാണ് ഇപ്പം പലർക്കും പ്രശ്നം. പോലീസിനെ ഉപദേശിക്കാൻ നടക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, പോലീസ് അവിടെ ചോറ് പണിക്കാൻ വന്നതെന്നല്ല. പോലീസ് ആ പള്ളിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ആളുകൾ, പള്ളിക്കകത്ത് വെച്ച് അനാവശ്യമായ സംസാരം പോലും പാടില്ല എന്നറിയുന്ന വിശ്വാസികൾ ആ പള്ളീന്റെ ഉള്ളിൽ വെച്ചിട്ട് അടിപിടി കൂടിയിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ പോലീസ് ഷൂട്ടിട്ട് കയറിയത് വലിയ പ്രശ്നമാക്കാനുള്ള കാര്യമൊന്നുമല്ല. ഒരുപക്ഷെ അവിടെ നല്ല രൂപത്തിലാണ് പോലീസ് വന്നതെങ്കിൽ ആ ഷൂ അഴിച്ചു മാറ്റിയിട്ട് വളരെ ബഹുമാനത്തോടു കൂടി അയാൾ കയറുമായിരുന്നു. പക്ഷേ നിങ്ങൾ കാണിച്ച നെറുകേടിനെ, ആ പള്ളിയെ തീരെ ബഹുമാനിക്കാതെ നിങ്ങൾ അവിടെ അടിപിടി കൂടിയപ്പോൾ അവിടെ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് പോലീസ് വന്നത്. ആ ഓടി വരുന്ന സമയത്ത് ഷൂ അഴിച്ചു വെക്കാനൊന്നും അദ്ദേഹത്തിന് സമയം കിട്ടിക്കാണില്ല. ഇനി അദ്ദേഹത്തെ കുറ്റം പറയണ്ട, നന്നാവേണ്ടത് നമ്മളാണ്. 5 നേരം കൃത്യമായിട്ട് ആ പള്ളിക്കകത്ത് വെച്ച് സുജൂദ് ചെയ്യുന്ന നമ്മൾ ആ പള്ളിയോട് കാണിക്കേണ്ട ആദരവും ആ പള്ളിക്ക് കൊടുക്കേണ്ട ബഹുമാനവും നമ്മൾ കൊടുക്കാതിരുന്നപ്പോൾ ഒരു പോലീസുകാരൻ ഷൂട്ട് കയറേണ്ടി വന്നു. അങ്ങനെ കാരണം വരുത്തിച്ചത് നമ്മൾ തന്നെയാണ്. അദ്ദേഹമല്ല പ്രശ്നക്കാർ നമ്മൾ തന്നെയാണ്. തിരുത്തേണ്ടതും മാറേണ്ടതും നമ്മളാണ്. അദ്ദേഹത്തിന്റെ മെക്കിട്ട് കയറിയിട്ട് ഒരു കാര്യവുമില്ല. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.